അന്താരാഷ്ട്ര ടൂറിസം മാപ്പിൽ ഇടം പിടിച്ച ചിലക്കൂർ മുതൽ കാപ്പിൽ വരെയുള്ള നീണ്ടുകിടക്കുന്ന കടൽ തീരം സഞ്ചാരികളുടെ ജീവനെടുക്കുന്നു. ദിവസങ്ങൾക്കുള്ളിൽ പൊലിഞ്ഞത് നിരവധി സഞ്ചാരികളുടെ ജീവനുകൾ. ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ കോഴിക്കോട് സ്വദേശി ഷാനിർ, ആന്ധ്ര സ്വദേശിയായ വിദ്യാർത്ഥിനി സാൻവിക്, റഷ്യൻ സ്വദേശിനി ആൻഷലിക്ക, കോട്ടയം സ്വദേശി ഹൈസ്കൂൾ വിദ്യാർത്ഥി സെയ്ദ അലി, തമിഴ്നാട് സ്വദേശി വിശ്വ, കഴിഞ്ഞ ദിവസം മെഡിക്കൽ വിദ്യാർത്ഥി അഖിൽ എന്നിവരുടെ ജീവനുകളാണ് കടലിൽ പൊലിഞ്ഞത്. ഇനിയും ഈ ലിസ്റ്റിൽ ധാരാളം പേരുകൾ ഇടം പിടിക്കാം. കാരണം സുരക്ഷാ സംവിധാനങ്ങൾ ഇനിയും കാര്യക്ഷമമാക്കിയില്ലെങ്കിൽ. സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതെ പാപനാശത്ത് കൊണ്ടുവന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടം ഇതിനൊരു ഉദാഹരണം മാത്രമാണ്. കിലോമീറ്ററുകൾ ദൂരം കടൽ തീരമുള്ള ടൂറിസം പ്രദേശത്ത് വിരലിൽ എണ്ണാവുന്ന ലൈഫ് ഗാർഡുകളെയാണ് നിയമിച്ചിരിക്കുന്നത്. തിരക്ക് വർദ്ധിക്കുന്ന അവധി ദിവസങ്ങളിൽ ആയിരക്കണക്കിന് സഞ്ചാരികളെ നിയന്ത്രിക്കാൻ ഈ ലൈഫ് ഗാർഡുകളെ കൊണ്ട് സാധിക്കാറില്ല. കൂടുതൽ ലൈഫ് ഗാർഡുകളെ നിയമിച്ച് എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണണം എന്നാണ് പരിസരവാസികൾക്ക് പറയാനുള്ളത്. മാന്തറ, തിരുവമ്പാടി, അഞ്ചുമുക്ക് ഭാഗങ്ങളിൽ അപകടം സംഭവിച്ചാൽ അടിയന്തരമായി വാഹനങ്ങൾ ലഭിക്കാത്തതും ബുദ്ധിമുട്ട് നേരിടുന്നു. തിരയിൽപ്പെട്ട ഒരു സഞ്ചാരിയെ സ്വന്തം ബൈക്കിൽ ആശുപത്രിയിൽ എത്തിക്കേണ്ട അവസ്ഥയും ഉണ്ടായതായി ലൈഫ് ഗാർഡ് പറയുന്നു. ഒന്നാമത്തെ കാര്യം ലൈഫ് ഗാർഡിൻ്റെ എണ്ണം കുറവാണ്. നമ്മളിപ്പോൾ തന്നെ 5 പേര് ഡ്യൂട്ടിക്കുണ്ട്. ഒരാൾ തിരുവമ്പാടി, ബാക്കി 4 പേര് ഇവിടെ ഡ്യൂട്ടിക്കുണ്ട്. ഒരു 10,000 പേരോളം കുളിക്കുന്ന സ്ഥലമാണ്. ഇതിനകത്ത് എല്ലാ ദിവസവും ആക്സിഡൻ്റ് ആണ്. ഇന്നും നടക്കാനുള്ള 100% ചാൻസ് ഉള്ള സ്ഥലമാണ്. എത്ര പറഞ്ഞാലും കേൾക്കാത്ത കുറേ ആൾക്കാരും തമിഴ്നാട്ടിൽ നിന്നുള്ളവരെ ഏറ്റവും കൂടുതൽ ഗസ്റ്റുകൾ വരുന്നുള്ള ഇവിടെ ഈ സാഹചര്യം വെച്ച് നോക്കണമെങ്കിൽ ഇന്നും അപകടം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി ഈ വെയിലത്ത് എത്രത്തോളം എനിക്ക് ഇന്ന് ജോലി ചെയ്യാൻ പറ്റും അത്രത്തോളം ജോലി ചെയ്തിട്ടുണ്ട്. നമുക്കൊരു പരിധിയില്ല. നമ്മളെ ബോഡി അത്രയും താങ്ങണ്ടേ. നമ്മൾ രാവിലെ 7 മണിക്ക് കയറിയിട്ട് വൈകുന്നേരം 7 മണി ഒരേ കണക്ക് നടന്നാൽ മാത്രമേ ഇവരെല്ലാം ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു ഒന്നേ ലൈഫ് ഗാർഡിൻ്റെ എണ്ണം കൂട്ടിത്തരുക, എക്യുപ്മെൻറ്റ്സ് സാധനങ്ങൾ ഇല്ല, അങ്ങനെയുള്ള ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. നമ്മളാ ബുദ്ധിമുട്ടും സാഹചര്യം കൊണ്ട് ആദ്യം മനസ്സിലാക്കണം. നമ്മൾ 2 പേരും കൂടെ ഒരു 5 പേര് രക്ഷാപ്രവർത്തനത്തിന് പോകുമ്പോൾ 2 പേരെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഒരാൾക്ക് ഒറ്റയ്ക്ക് പോയി 5 പേരെ രക്ഷപ്പെടുത്താൻ എന്തായാലും പറ്റത്തില്ല. അതിനുള്ള സൗകര്യങ്ങളില്ല. ഈ എന്തായാലും നമുക്ക് ആളിൻ്റെ എണ്ണം കൂട്ടിത്തരേണ്ട. ഫസ്റ്റായിട്ട് ഒരു 20 പേരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കണ്ടിന്യൂ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ അപകടങ്ങൾ ഇങ്ങനെ കൂടി പറഞ്ഞല്ലാതെ ഒരിക്കലും കുറയില്ല. പണ്ട് നമ്മൾ 22 പേരുള്ള സ്ഥലത്ത് ഇപ്പോൾ 11 പേരേ ഉള്ളൂ. ആ 11 പേര് വെച്ചാണ് ഇപ്പോൾ മേക്കപ്പ് ചെയ്യണം. എന്നാൽ ഈ 22 100 പേരിനകത്ത് ഇപ്പോൾ വരാനുള്ളതാണ്. എന്നാൽ പോലും അതിൻ്റെ പകുതി പോലും ഇവിടെ വരുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ സാഹചര്യം. ഇതാണ് ഇതൊക്കെ നമ്മൾ എത്രയെങ്കിലും വിവേചനങ്ങളും ന്യൂസുകളും ഇതേപോലെ ചാനലുകാർ എത്രത്തോളം ചാനലൊക്കെ പറയാൻ പറ്റുമോ അത്രത്തോളം നമ്മളിത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവം. ഇത്രയും വർഷമായിട്ട് നമുക്കൊരു PFO ഇൻഷുറൻസോ അങ്ങനെ ഒരു സൗകര്യം ഇപ്പോൾ ഒരു ഇൻഷുറൻസിൻ്റെ സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു PFO ആനുകൂല്യങ്ങളൊന്നും തരുന്നില്ല. നമുക്ക് ഡെയിലി ജോലി ചെയ്യണമെങ്കിൽ ശമ്പളം തരുന്നില്ല. അത്ര മാത്രമേ ഇതുവരെ തന്നിട്ടുള്ളൂ. ആ ഒരു സാഹചര്യത്തെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിന് മുമ്പേ 10-35 വർഷം ചെയ്ത നമ്മളെ സീനിയർ ആൾക്കാർ അവരൊന്നുമില്ലാതെ സർവീസിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടിരുന്നു. 60 വയസ്സായി കഴിഞ്ഞപ്പോൾ ഒന്നുമില്ലാതെ ഇറങ്ങിപ്പോകേണ്ടിരുന്നു. അവർക്കിപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടല്ല, അവർക്കിപ്പം കഴിഞ്ഞു പോകാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിട്ട് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും പേരൊക്കെ നമുക്ക് ഫിസിലടിച്ച് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനേ പറ്റത്തുള്ളൂ. മനസ്സിലാക്കി കൊടുക്കും. നമ്മൾ അടുത്ത അടുത്ത സഞ്ചാരി ഇറങ്ങുന്ന അവിടെ ചെല്ലപ്പം ഇവരതേ കണക്ക് തിരിച്ചിറങ്ങിപ്പോകും. നമ്മൾ മാക്സിമം ചെന്ന് പറഞ്ഞ കാര്യമാണ്. ഞാൻ ഇവിടെ അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. നമ്മൾ ഇന്നലെ 2 ദിവസം ഒരു അപകടം സംഭവിച്ചു, നിങ്ങൾ ഇങ്ങനെ ഇറങ്ങിപ്പോലെ സൈഡിൽ നിന്ന് നല്ല രീതിക്ക് സൈഡിൽ നിന്ന് കുളിക്കാനൊക്കെ പറയുന്നുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നമ്മൾ അവരെ കെയർ ചെയ്താണ് ചെയ്യുന്നില്ല കാര്യങ്ങൾ. നമ്മളെ കയ്യിൽ നിൽക്കില്ല എന്ന് പറഞ്ഞാൽ ഇത്രയും 3 പേര് ഇവിടെ മെയിൻ ബീച്ചിൽ ഡ്യൂട്ടിയാണ്. 3 പേരും കൂടെ രാപ്പകൽ ഫുൾ ടൈം നടന്നാലേ ഇതെല്ലാവരും ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അപകടം മസ്റ്റാണ്. ഇന്നത്തെ ദിവസം നല്ല തിരക്കുള്ള ദിവസവും ആകെ 3 ലൈഫ് ഗാർഡുണ്ട് ഈ മെയിൻ ബീച്ചിൽ. അപ്പുറത്ത് 2 ലൈഫ് ഗാർഡും ഉണ്ട്. അവരെ ഇത് ഒരാളുകൂടെ ഉണ്ടെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് അല്ലായിരിക്കും. എക്യുപ്മെൻറ്റ്സൊക്കെ വളരെ മോശമായുള്ള എക്യുപ്മെൻറ്റ്സാണ് നമ്മളായിരിക്കും. വർഷങ്ങളായിട്ട് മുമ്പേ തന്നെയാണ്. പൊട്ടിയതും ഇതൊക്കെയാണ്. ഇതൊന്നും കൊണ്ടൊന്നും ഒരു ജീവനൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റും. 5 പേരൊക്കെ ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ 1-2 പേരൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റും. ബാക്കിയൊക്കെ നമ്മളെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. കൂടാതെ സ്വന്തം ജീവൻ പണയം വെച്ച് സഞ്ചാരികളെ രക്ഷിക്കുന്ന ലൈഫ് ഗാർഡുമാർക്ക് പഴയതും ഉപയോഗശൂന്യവുമായ ജീവൻ രക്ഷാ ഉപകരണങ്ങളാണ് നിലവിലുള്ളത്. എന്നാൽ ലൈഫ് ഗാർഡുകളുടെ ജീവന് ഒരു വിലയുമില്ല. തിരുവമ്പാടി ബീച്ചിൽ ലൈഫ് ഗാർഡുകൾക്ക് വിശ്രമിക്കാൻ ഒരുക്കിയിരിക്കുന്നത് 4 തടി തൂണുകൾ മാത്രമുള്ള ഷെഡ്. സ്വദേശികളും വിദേശികളുമായ ആയിരക്കണക്കിന് സഞ്ചാരികൾ എത്തുന്ന വർക്കലയിൽ ടൂറിസം മേഖലയിൽ സുരക്ഷയ്ക്ക് വേണ്ടത്ര പരിഗണന നൽകിയില്ലെങ്കിൽ ഇനിയും മരണങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇത് വർക്കലയുടെ ടൂറിസത്തെ ബാധിക്കുമോ എന്ന പേടിയുമുണ്ടെന്ന് വ്യാപാരികളും റിസോർട്ട് ഉടമകളും പറയുന്നു. ഭാരത് വിഷൻ, വർക്കല.